ഇന്നത്തെ എപ്പിസോഡിലെ ആദിലയുടെ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ മറ്റേ ദൊരോത്തി മദാമ്മ പ്രേതമായിട്ട് വന്നിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമല്ലോ, ആത്മാവായിട്ട് അലഞ്ഞു തിരിഞ്ഞ് എല്ലാവരെയും ശല്യപ്പെടുത്തുന്ന പോലെ ദൊരോത്തി മദാമയെ പോലെ നടക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിനകത്ത് ഇന്ന് ആദില. മേ ബി ആദിലയും അനീഷും തമ്മിലുള്ള ഒരു ടോം ആൻഡ് ജെറി ഗെയിം ആയിരിക്കാം. പക്ഷേ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആദിലയുടെ റെസ്പോൺസിബിലിറ്റി ചെയ്തിട്ട് വേണം ഉറങ്ങാൻ പോവാൻ. കഴിഞ്ഞ ആഴ്ച മസ്താനി പാത്രം കഴുകില്ല എന്ന് പറഞ്ഞ് ഒരു ഇഷ്യൂ ആയത് നമ്മൾ കണ്ടതാണ്. വെസൽ ടീമിലുള്ള ആദിലയ്ക്ക് പാത്രം കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അനീഷാണ് വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ. അനീഷ് ശരിയാണ്, ഇറിറ്റേറ്റ് ഒക്കെ ചെയ്യും. പക്ഷെ അനീഷിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഡ്യൂട്ടി പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത്. അപ്പൊ ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം എടുത്ത് മാറ്റണം ബിഗ് ബോസിനകത്ത്. നമ്മൾ റിയൽ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഈഗോ കാണും, ഒക്കെ ശരിയാണ്. പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്നത് സർവൈവ് ചെയ്യേണ്ട ഒരു ഷോ ആണ്. ഇപ്പം നമ്മളൊരു കാട്ടിൽ ഒരു 10 പേര് ഒറ്റപ്പെട്ട് കിടക്കുകയാണ്, അവർക്ക് വഴി അറിഞ്ഞൂടാ, തിരിച്ചു പോകാനുള്ള വഴി അറിഞ്ഞൂടാ. 10 ആളുകൾ കാട്ടി കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ വലിയ കോടീശ്വരനായിരിക്കും, വലിയ ബോസ് ആയിരിക്കും. നമ്മളെ കൂടെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ ഓഫീസിലെ തൊഴിലാളികളായിരിക്കും. പക്ഷേ നമ്മൾ കാട്ടി കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് എല്ലാവരും ഒരുപോലെയാണ്. ഞാൻ വലിയ കോടീശ്വരനാണ്, ബോസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു ചക്ക കിട്ടിക്കഴിഞ്ഞാൽ 10 പേരും തുല്യമായിട്ട് തിന്നണം. അല്ലാതെ ബോസ് തിന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള 9 പേരും കൂടെ മൂപ്പരെ അവിടെ ചവിട്ടി കൂട്ടും. കാരണം അതിജീവനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അവിടെ തുല്യതയാണ് എല്ലാവർക്കും. ഇവിടെ ആദിലയുടെ ഈഗോ മാറ്റി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ വെസൽ ടീം ക്യാപ്റ്റൻ ആദില പ്രോപ്പറായിട്ട് ആദിലയുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറയും. വെസൽ കഴുകാൻ പറയും. അവിടെ കഴുകിയിട്ടില്ലെങ്കിൽ പോയി കഴുകുക. അവിടെ എനിക്ക് തോന്നുമ്പോഴേ ഞാൻ ചെയ്യൂ എന്നൊക്കെ പറയാനായിട്ട് നമ്മളെ വീട്ടിലാണെങ്കിൽ പറയാം. നമ്മൾ ബിഗ് ബോസിനകത്ത് നമുക്കത് അങ്ങനെ പറയാൻ പറ്റൂല. അപ്പോൾ അത് ഈവൻ നൂറ പോലും ഇന്ന് ആദിലയുടെ അടുത്ത് ഉടക്കിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ആദില കുറച്ച് ഓവറായിരുന്നു. അതായത് ആദില ജയിലിൻ്റെ അവിടെ പോയി കിടന്നു ഉറങ്ങിപ്പോയി. ശരിയാണ്, നമ്മൾ ഉറങ്ങി കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് ആരെങ്കിലും വിളിച്ചാലൊക്കെ നമുക്ക് ദേഷ്യമൊക്കെ വരും. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്കും ഭാഷയ്ക്കുമൊക്കെ ഒരു പരിധിയുണ്ട്. അവിടെ ഉടനെ തന്നെ നൂറയും നമ്മുടെ അനുമോളും കൂടെ എന്ത് ചെയ്തു, ആദിലയുടെ അടുത്ത് പോയി വെസൽ കഴുകാൻ പറഞ്ഞു. പക്ഷേ ആദില കഴുകാതെ കിടന്നു. അപ്പോൾ ഇവിടെ തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് അനുമോളും നൂറയും കൂടെ അനീഷിനെ പോയി വിളിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇവർ അനീഷ് ഉറങ്ങിക്കിടന്ന് അനീഷിനെ പോയി വിളിച്ചു. അനീഷ് എണീറ്റ് വന്നിട്ട് നൂറ പോയി പാത്രം കഴുകുക എന്ന് പറയുന്നു. നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കണ്ടതുപോലെ നൂറയും അനീഷും തമ്മിലൊരു സ്റ്റാൻഡ് ഓഫ് അവിടെ ഉണ്ടാവുന്നു. അനീഷ് ഒരേ കണക്ക് നിൽക്കുന്നു, കഴുകിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നൂറ കഴുകാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ അവിടെ ഒരു വലിയ തർക്കവും വാക്ക് തർക്കവും ഒക്കെ ഉണ്ടായി. അപ്പം ഇത് നൂറ മനസ്സിലാക്കേണ്ടത് അനീഷ് ചെയ്യുന്നത് അനീഷിൻ്റെ ജോലിയാണ്. വെസൽ ടീം ക്യാപ്റ്റനെയാണ് എല്ലാവരും പറയുക അവിടെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അവനവൻ്റെ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ഷോ ഓഫ് ഒക്കെ മതി. അല്ലാതെ ഡ്യൂട്ടി ചെയ്യാതെ മൊട കാണിക്കരുത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.